ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടകൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഈദ് ഹോളിഡേ ആണല്ലോ വരുന്നത്. ഏകദേശം 5 ദിവസത്തോളം നമുക്ക് അടുപ്പിച്ച് ലീവ് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ പല ആളുകളും എവിടെ പോവും, എങ്ങനെ പോവും ഒക്കെ കറങ്ങാനുള്ള പ്ലാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ മസ്കറ്റിൽ നിന്നും കുറേ സ്ഥലങ്ങളിൽ പോകാൻ പറ്റിയ, അടുത്ത് വലിയ ദൂരമില്ലാതെ അടുത്ത് പോകാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല ട്രിപ്പിനൊക്കെ പ്ലാൻ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. മസ്കറ്റിന്റെ പുറത്തുനിന്ന് പല ആളുകളും ഇവിടെ മസ്കറ്റിലോട്ട് വരുമ്പോൾ എവിടെ പോകാൻ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് പറ്റിയ ആദ്യം കുറച്ച് സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മസ്കറ്റിൽ വന്നതിന് ശേഷം നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ ആദ്യത്തെ സ്ഥലം മത്ര കോർണിഷാണ്. അടിപൊളിയാണ്. ഇവിടെ നമുക്ക് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ലൊരു വൈബ് സ്ഥലമാണ്. പിന്നെ അതേപോലെ അതിന്റെ തൊട്ടടുത്ത് തന്നെ മത്ര സൂക്ക് ഉണ്ട്. സൂക്ക് വേറെ ലെവലാട്ടോ. അപ്പൊ ഇതുവരെ മസ്കറ്റിലുണ്ടായിട്ട് ഒമാനിലുണ്ടായിട്ട് ഈ ഭാഗങ്ങൾ വരാത്തവരൊക്കെ വരണം. അപ്പോ ഈ മത്ര ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. അത്രക്കും ഒരു ദിവസം കറങ്ങാനുള്ള ടൈമുണ്ട്. അതേപോലെ റൂബി ഒരു സൂക്കാണ്, ഒരു ബിസിനസിന്റെ ഏരിയ ആണ്. പിന്നെ അതേപോലെ മത്രയിൽ തന്നെ മത്രയിൽ നമ്മുടെ പാലസ് ഉണ്ട്, മസ്കറ്റ് പാലസ്, അൽ ആലം പാലസ്. ആ പാലസിന്റെ ആ ഗേറ്റ് വരെ നമുക്ക് പോയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. നല്ല സ്വാമൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ചെയ്യാം. നല്ല അടിപൊളി സ്ഥലമാണ്. അതേപോലെ അൽ ആലം പാലസിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മ്യൂസിയം ഉണ്ട്. കുറെ ആളുകൾക്ക് അറിയില്ല. അവിടേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഒമാൻ നാഷണൽ കാർഡ് ഉള്ളവർക്ക് റിയാൽ 500 പൈസ, നാഷണൽ കാർഡ് ഇല്ലാതെ അതിന്റെ മേലെ കുറച്ച് പൈസ കൊടുക്കും. ഓക്കെ. അപ്പൊ ഇതാണ് മസ്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ. അപ്പൊ നിങ്ങൾ 1-2 കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല. അലാലം പാലസ്, മത്ര കോർണിഷ്, മത്ര സൂക്ക്. പിന്നെ അതേപോലെ മസ്കറ്റിൽ കറങ്ങാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഗ്രാൻഡ് മോസ്ക്, ഒമാനിലെ ഏറ്റവും വലിയ മോസ്ക്. ആ വീഡിയോ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോക്ക് ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതേപോലെ ഞാൻ ഇന്ന് എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്ന ഓരോ സ്ഥലങ്ങളുടെ ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗ്രാൻഡ് മോസ്കിൽ ഇതുവരെ പോകാൻ പറ്റാത്തവരൊക്കെ ഒന്ന് പോവാം. ഒമാനിലെ ഏറ്റവും വലിയൊരു പള്ളിയാണ്. അപ്പൊ ഗ്രാൻഡ് മോസ്കിൽ എല്ലാ മതസ്ഥർക്കും പോവാം, കാണാം, എൻജോയ് ചെയ്യാം, ഫോട്ടോസ് ഒക്കെ എടുക്കാം. അതിന്റെ ടൈമും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒമാൻ ഗ്രാൻഡ് മോസ്ക് ഗൂഗിളിൽ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പ്ലേസ് നോക്കാം. പിന്നെ അടുത്തത് റോയൽ ഓപ്പറ ഹൗസ്. ഇതൊരു മ്യൂസിയം ആണ്. അതിന്റെ എൻട്രി ഫീസ് ഒക്കെ ഉണ്ട്. ഓക്കെ. പക്ഷെ നല്ല ഭംഗിയാണ് അതിന്റെ ഉള്ളിലൊക്കെ കാണാൻ. അപ്പോ മസ്കറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കറങ്ങാം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ റുസൈൽ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ റുസൈലിൽ നിന്ന് റൂബി ഭാഗത്തോട്ട് വരുമ്പോൾ ഇപ്പോ കുറെ മാളുകളുണ്ട്. സിറ്റി സെന്റർ, കാരിഫോർ ഉണ്ട്, സിറ്റി സെന്റർ ഉണ്ട്. പിന്നെ അതേപോലെ മ്യൂസ് മാൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് ഈ ഓപ്പറ ഹൗസും കിട്ടും. പിന്നെ അങ്ങനെ ആ റോഡ് നേരെ വരുമ്പോഴാണ് നമ്മളെ മത്ര കോർണിഷും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് നാലാമത്തെ നോക്കട്ടോ. ബീച്ചുകളൊക്കെ ഇഷ്ടപ്പെടുന്നവര് കുറെ ആളുകളുണ്ടാവും. അപ്പോൾ മസ്കറ്റിൽ വന്നു കഴിഞ്ഞാൽ കുറേ ബീച്ചുകളുണ്ട്. അതിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള കുറച്ച് ബീച്ചുകളുണ്ട്. കോറം ബീച്ച് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. കോറം ബീച്ച്, അതേപോലെ തന്നെ അസൈബ ബീച്ച്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത, നമ്മൾ നാട്ടിൽ ചെന്നൊരു ഫീൽ ഉണ്ടാവും. തെങ്ങുകളും കാര്യങ്ങളും നല്ല ഭംഗിയായിട്ടുള്ള ഒരു അടിപൊളി കുറച്ച് ബീച്ചുകൾ പെട്ട സ്ഥലങ്ങളാണ് അസൈബ ബീച്ച്. പിന്നെ അതേപോലെ കോറം ബീച്ച്. കോറം ബീച്ചിലൊക്കെ പോയില്ലെങ്കിൽ പോയി നോക്കി നിങ്ങൾ ഗൂഗിളിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ഗൂഗിളിൽ ഒന്ന് ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റും. ഞാൻ എന്തായാലും ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പൊ 5ാമതായിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി റിസോർട്ട് പരിചയപ്പെടുത്താം. അൽമൗജ് റിസോർട്ട്. നിങ്ങൾ അൽമൗജിൽ പോയിട്ടുണ്ടോ? പോയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്താ അവിടുത്തെ ഭംഗി, നിങ്ങളുടെ അനുഭവം ഒന്ന് പങ്കുവെക്കണം കേട്ടോ. കമന്റ് ചെയ്യണം. അപ്പൊ ഇനിയും പുതുതായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പൊ അൽമൗജിൽ ചെന്ന് കഴിഞ്ഞാല് നമുക്കവിടെ ഒരു മാളുണ്ട്. പിന്നെ കുറെ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ ആളുകൾക്ക് അറിയാത്തൊരു സംഭവം, അൽമൗജിന്റെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ മറീൻ ഉണ്ട്. നല്ല ബോട്ടും കാര്യങ്ങളും, അതേപോലെ ഫിഷിങ്ങിന് പോണ ബോട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ബോട്ടിൽ ഇപ്പൊ നല്ല സവാരി നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ബോട്ട് സവാരിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് അൽമൗജി. പക്ഷെ VIP ഏരിയയാണ്, നല്ല പ്രൈസാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ പോയി കറങ്ങി വരാനോ ഫോട്ടോ എടുക്കാനോ എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്ന് കറങ്ങി വന്നുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും പബ്ലിക്കിനൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് അൽമൗജി റിസോർട്ട്. അപ്പൊ അടുത്ത ബീച്ച് നോക്കാം. കന്ദ ബീച്ച് ഉണ്ടാവും. മസ്കറ്റ് വാദി കബീറിൽ നിന്ന് നേരെ പോകുമ്പോൾ റൈഡിലോട്ട് കയറി പോകുന്ന ഒരു സ്ഥലമാണ്
കന്താ ബീച്ച്. ആ കന്താ ബീച്ചിന്റെ ഒരു പ്രത്യേകത, നമുക്ക് ബോട്ടിൽ കയറിയിട്ട് നമുക്കൊരു ഐലൻഡ് പോലത്തെ സ്ഥലങ്ങളിൽ പോയി നിന്ന് 4-5 മണിക്കൂറോ കുളിച്ച് എൻജോയ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു അടിപൊളി സംഭവമാണ്. അവിടെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം, ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ റേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവിടുത്തെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, ബോട്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ആദ്യം തന്നെ പൈസ ഒന്നും കൊടുക്കരുത്. നമ്മൾ ഒരു 9 മണിക്ക് പോയിട്ട് അവരോട് ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നു തരാം. അപ്പൊ 5 മണിക്കൂർ കഴിയുമ്പോൾ അവർ വരും. വന്നതിന് ശേഷം നമ്മൾ തിരിച്ചിവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയതിന് ശേഷം അത്ര പൈസ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അവരോട് സംസാരിച്ച് വില പേശി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റേറ്റ് കിട്ടും. 5 റിയാൽ 10 റിയാൽ 15 20 ഒക്കെ പറയും. പക്ഷെ വില പേശി കഴിഞ്ഞാൽ കുറഞ്ഞ റേറ്റ് കിട്ടും. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും, മലന്റെ അടിയിലൂടെ ഒക്കെ ബോട്ട് പോകുന്ന ഒരു സംഭവം. അത് കന്താ ബീച്ചിലാണ്. മസ്കറ്റ് റുസൈലിൽ നിന്ന് ഒരു 60-70 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വേറൊരു ബീച്ച് ഉണ്ട്, ബന്ദ്രൽ ഹൈറാണ്. അവിടുത്തെ ഒരു പ്രത്യേകം തരാം, കയാക്കിംഗ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടാവും കയാക്കിംഗ് അല്ലെ. കയാക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പോകാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ബന്ദ്രൽ ഹൈറാണ്. അവിടെ പോകുമ്പോഴും ഇതേപോലെ ബോട്ട് സംസാരിക്കണം. അവർ 10 റിയാൽ 15 20 ഒക്കെ പറയും. അതിന്റെ കൂടെ ബോട്ടിന്റെ കൂടെ തന്നെ കയാക്കിങ്ങിന്റെ എത്ര കയാക്കിങ്ങാണോ വേണം അതും സംസാരിക്കണം. വില പേശി കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറച്ച് കിട്ടും. സീസൺ ആകുമ്പോൾ അവർ നല്ല റേറ്റ് പറയും. കുറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ സംസാരിക്കുക. അപ്പൊ അവിടെ പോകുമ്പോൾ നമ്മൾ കുടിക്കാനുള്ള വെള്ളം, ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക. അവരൊരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി തരും. എന്നിട്ട് നമ്മളെ ഫുഡൊക്കെ അവിടെ വെച്ചതിന് ശേഷം നമുക്ക് കയാക്കിങ് ചെയ്യാം. ജാക്കറ്റും കാര്യങ്ങളൊക്കെ അവർ തരും. ഇനിയിപ്പോ സ്വിമ്മിങ് അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ബന്ദ്രൽ ഹൈറാണ്. പിന്നെ റുസൈലിൽ നിന്ന് നമ്മള് സോഹാർ ബർക്ക ഭാഗത്തോട്ട് പോകുമ്പോൾ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ പരിചയപ്പെടാം. അതിൽ ഏറ്റവും അടിപൊളിയായിട്ടൊരു സ്പോട്ട് എന്താ വെച്ചാല് സൂ ഉണ്ട്. ഒരു ചെറിയ മൃഗശാല ഉണ്ട്. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്ത അടിപൊളി മൃഗശാല. കുട്ടികൾ കളിക്കാനും സ്വിമ്മിങ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുതിര സവാരി, ബൈക്ക് റൈസ്, നമ്മൾ മരുഭൂമിയിലൊക്കെ ബൈക്ക് റൈസിന് പോവല്ലേ, അതേപോലത്തെ ബൈക്ക് റൈസിനൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് നമ്മളെ സൂ, ബർക്ക സൂ. അവിടെ 1.5 റിയാൽ 2 റിയാൽ 2.5 റിയാലൊക്കെ അങ്ങനെയാണ് പല ചാർജ് വരുന്നത്. കുട്ടികൾക്ക് ഒരു ചാർജ്, വലിയവർക്ക് ഒരു ചാർജ്. അത് നല്ലൊരു സ്പോട്ടാണ് ബർക്ക സൂ. പിന്നെ അതേപോലെ ബർക്കയിൽ നിന്ന് ഒരു 30-35 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു വെള്ളം, ചുടുവെള്ളമൊക്കെ വരുന്ന ഒരു സ്ഥലമുണ്ട്, നക്കൽ. പല സ്ഥലങ്ങളും പല ആളുകളും അവിടെ പോയിട്ടുണ്ടാവും എന്നറിയാം. അപ്പൊ നക്കൽ, അതേപോലെ നക്കൽ ഫോർട്ടിന്റെ അവിടെ അതിൽ 500 പൈസയാണ് എൻട്രി ഫീസ്. അതേപോലെ അവിടുന്ന് ഈ നക്കൽ ഫോർട്ടിന്റെ അവിടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ചുടുവെള്ളം ഒരു മലന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സംഭവം. അവിടെ കുളിക്കാനൊക്കെ പറ്റും. ചില സമയത്ത് നല്ല വെള്ളം ഉണ്ടാവും, ചില സമയത്ത് വെള്ളം കുറവായിരിക്കും. പക്ഷെ മലയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിൽ കുറെ ആളുകൾ കുളിക്കാറുണ്ട്. അവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കാലിങ്ങനെ ഇട്ടിരുന്ന് കഴിഞ്ഞാല് മീൻ ഇങ്ങനെ വന്ന് കൊത്തുന്ന ഒരു അടിപൊളി സ്പോട്ട് സ്ഥലട്ടോ. നല്ല രസമാണ്. പല സ്ഥലങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ മീൻ കൊത്തുന്ന ഒരു സംഭവം. അപ്പൊ ഈ വെള്ളം ഉള്ള സ്ഥലത്ത് നമ്മൾ കാലിട്ട് ഇളകാതിരുന്ന് കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ കാലിങ്ങനെ വന്ന് കൊത്തും. നാച്ചുറൽ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. മസ്കറ്റിൽ നിന്ന് വീണ്ടും അടുത്ത ഒരു ബീച്ച്, ഇട്ടി ബീച്ച്. അതും വേറെ ലെവലാണ്. നല്ല ഭംഗിയാണ് അവിടെ കാണാനൊക്കെ. ഇനി അടുത്തൊരു സ്പോട്ട് നോക്കട്ടോ. മസ്കറ്റിൽ നിന്ന് ഏകദേശം 200-300 കിലോമീറ്റർ ഒക്കെ പോയി കഴിഞ്ഞാൽ വാദി ഷാബ് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി സ്പോട്ട് ഉണ്ട്. അവിടെ നമുക്ക് പായലിന്റെ ഉള്ളിൽ കൂടി ഒക്കെ ഒരു ബോട്ട് സഫാരി ഉണ്ട്. അതിൽ 1 റിയാലാണ് ചാർജ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഓക്കെ, അവിടെ തന്നെ നല്ല സ്വിമ്മിങ് ചെയ്യാൻ പറ്റിയ കുറേ സ്പോട്ട് ഉണ്ട്. നല്ല ഭംഗിയാണ് ഈ വാദി ഷാബ് കാണാൻ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വാദി ഷാബ്, പിന്നെ അതേപോലെ ഇറ്റി ബീച്ച്, അതൊക്കെ ഒരേ റൂട്ടാണ്. അത് മെയിനായിട്ട് സൂർ റോഡാണ്. ഓക്കെ, സൂറ് പലതരം 2-3 തരത്തിലൊരു സൂർ റോഡ് പോകും. ഒന്ന് കൊറിയാത്ത് വഴി പോവാം, പിന്നെ അതേപോലെ ഓൾഡ് സൂർ റോഡ് വഴി പോവാം. ഇപ്പൊ ഓൾഡ് സൂർ റോഡ് വഴി പോകുമ്പോഴും കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അതിൽ മെയിൻ ഒരു സ്പോട്ടാണ് എല്ലാവർക്കും അറിയുന്നത്, ഇതുവരെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് വാദി ബാനി ഖാലിദ്. അതൊരു വേറെ ലെവല് സ്ഥലമാണ്. നല്ല സ്വിമ്മിങ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. അങ്ങനെ നീർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് വാദി ബാനി ഖാലിദ്. അപ്പൊ അടുത്തൊരു സ്പോട്ട് നോക്കാം. സിംഗോൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? സിംഗോൾ ഉൾക്ക വീണ ഒരു സംഭവം എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഞാൻ പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കേട്ടോ. കാണാൻ നല്ല രസമാണ്. ആ വെള്ളത്തിൽ ഒരു കുറേ സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ സ്വിമ്മിങ് ഒക്കെ ചെയ്യാൻ പറ്റും. സ്വിമ്മിങ് അറിയുന്നവർ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ജാക്കറ്റ് ഇട്ട് ഇറങ്ങാം. അപ്പൊ പ്രത്യേകിച്ച് ഈ സിംഗോളിൽ പോകുന്ന സമയം ശ്രദ്ധിക്കണം. അവിടെ പാമ്പുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതും ശ്രദ്ധിച്ചിട്ടൊക്കെ സ്വിമ്മിങ്ങിന് ഇറങ്ങാം. ഇല്ലെങ്കിൽ അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്.
പിന്നെ അതേപോലെ ഈ സിംഗോൾ പോകുമ്പോൾ രണ്ട് കാര്യമുണ്ട്. നിങ്ങൾക്ക് ബീച്ചിലൊക്കെ പോയിട്ട് ടെന്റൊക്കെ കെട്ടി താമസിക്കണമെന്നുണ്ടെങ്കിൽ ഈ സിംഗോളിന്റെ അടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്. അവിടെ കുറെ ആളുകൾ ടെന്റൊക്കെ കെട്ടി താമസിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം വന്ന് സിംഗോളിന്റെ അടുത്ത് വന്ന് ടെന്റൊക്കെ കെട്ടി താമസിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല ചാർക്കോളും ചിക്കൻ ഫ്രൈയും ഇതൊക്കെ കഴിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം സിംഗോളിലൊക്കെ കറങ്ങി ഒരു ദിവസത്തെ ട്രിപ്പിൽ പോകുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഒരു അടിപൊളി വൈബ് സ്ഥലമാണ് ഒമാനിലെ ആദ്യത്തെ ഡാം, കുറിയാത്ത് ഡാം. അത് വേറെ ലെവലാണ്. അവിടെ ഇതേപോലെ നല്ല കുറെ ആളുകളൊക്കെ വന്ന് ഭക്ഷണം കഴിച്ച് എൻജോയ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡാമിന്റെ മുകളിലും നമുക്ക് അവിടെ പോയി അവിടെ ഇരിക്കാനും അതുപോലെ ഒരു ചെറിയ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് ഗാർഡനിൽ ഇരുന്നിട്ട്. പിന്നെ താഴെ പോയി കഴിഞ്ഞാലും വെള്ളം ഓപ്പൺ ആയ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. എന്തായാലും നല്ല ഫോട്ടോസിനും വീഡിയോസിനൊക്കെ പറ്റിയ ഒരു സ്പോട്ടിനാണ് കുറിയാത്ത് ഡാം. പിന്നെ അതേപോലെ കല്ലുമ്മക്കായൊക്കെ പറിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഇല്ലെങ്കിൽ ടെന്റൊക്കെ കെട്ടി താമസിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് അല്ലഷ്കരി. അല്ലഷ്കരിയിൽ പോയവരുണ്ടാവും, പോവാത്തവരുണ്ടാവും. അപ്പോൾ പുതുതായി ഒമാനിൽ വന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലെ. ഒമാൻ കാണാൻ വരുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മളെ ഈ വീഡിയോ. അപ്പോൾ അല്ലഷ്കരിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്കിപ്പോൾ നൈറ്റ് അവിടെ താമസിച്ച് അവിടെ ഉറങ്ങി ടെന്റൊക്കെ കെട്ടി അവിടെ കറങ്ങി വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. പിന്നെ കല്ലുമ്മക്കായും കിട്ടും. അപ്പൊ കല്ലുമ്മക്കായ പറിക്കാൻ പോണവർക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ, അത് രണ്ട് സ്ഥലങ്ങളാണ് എന്റെ അറിവിലുള്ളത്. ഒന്ന് അല്ലഷ്കരി, പിന്നെ കുലൂഫിന്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് കുലൂഫ് പോകുമ്പോൾ ഏകദേശം മസ്കറ്റിൽ നിന്ന് 400-450 കിലോമീറ്റർ ഉണ്ട്. അടിപൊളി സ്പോട്ടാണ്, നല്ലൊരു ഭംഗിയുള്ള ബീച്ച്. കല്ലുമ്മക്കായ പറിക്കാൻ പോകുമ്പോൾ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് പോകണം. മാസാവസാനമൊക്കെ ആയിരിക്കും അധികം കല്ലുമ്മക്കായൊക്കെ കിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് അറിയാത്തവർ അന്വേഷിച്ചപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അല്ലഷ്കരിന്റെ കാര്യം. അല്ലഷ്കരിയിലും ഇതേപോലെ കല്ലുമ്മക്കായ കിട്ടും. എന്നിട്ട് അവിടെ തന്നെ കല്ലുമ്മക്കായ എടുത്ത് അവിടെ നമുക്ക് കുക്ക് ചെയ്ത് അവിടെ താമസിച്ച് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പൊ ഈ അല്ലഷ്കരിയിൽ പോയാലും വാദിബാനികാലി പോയാലും ഒക്കെ ഒരേ റൂട്ടാണ്. നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്. ഇബ്ര സഫാരി വേൾഡ് പുതിയൊരു സ്പോട്ട് കേട്ടോ, സൂ ആണ്. ഒമാനിലെ ഏറ്റവും വലിയ സൂ ആണ് ഇനി തുറക്കാൻ പോകുന്നത് ഈ പെരുന്നാളിനോട് അനുബന്ധിച്ചിട്ട്. ഓക്കെ, അപ്പോൾ 15 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 5 റിയാലാണ്. അതും നല്ല അടിപൊളി സ്ഥലമായിരിക്കും. ഇബ്ര സഫാരി വേൾഡിന്റെ വീഡിയോ പിന്നീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും, അതിന്റെ സിംഗിൾ ആയിട്ടുള്ള വീഡിയോ. എന്തായാലും നിങ്ങൾ ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. ഈ വരുന്ന ഒരാഴ്ച 2 ആഴ്ചനുള്ളിൽ ഓപ്പൺ ആവും, പെരുന്നാളിനോട് അനുബന്ധിച്ചത് ഓപ്പൺ ആവും. അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നാലും നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത സ്പോട്ട് നോക്കാം. അടുത്ത സ്പോട്ട് നോക്കട്ടോ, സലാല. മസ്കറ്റിൽ ലീവ് കിട്ടിയാൽ സലാലയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ പ്രത്യേകം പറയാം, ബസ്സിന് പോകുന്നവർ നേരത്തെ ടിക്കറ്റ് എടുത്ത് വെക്കുക. ആ ലാസ്റ്റ് നിമിഷം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ ബസ്സൊക്കെ ആയിരിക്കും കിട്ടുക. നിങ്ങൾക്ക് മോസലാത്തിന്റെ അല്ലെങ്കിൽ GTCന്റെ ഒക്കെ അടിപൊളി ബസ്സുകൾ, കുറെ ബസ്സുകൾ, അടിപൊളി ബസ്സുകളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോസലാത്തിന്റെ ബസ്സാണ്. നല്ല സർവീസാണ്. പിന്നെ അവരുടെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ നല്ല സർവീസാണ്. അപ്പൊ നേരത്തെ ടിക്കറ്റ് എടുത്ത് വെച്ചാൽ അത് കിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഗവൺമെന്റ് സപ്പോർട്ടുള്ള ബസ്സാണ്. ഓക്കെ, അപ്പൊ ഇനി വരാം നല്ല വീഡിയോയുമായിട്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ബൈ.